ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇപ്പോൾ പലരും ശ്രമിച്ചു നോക്കുന്നൊരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതായത് ഒരു ദിവസം ഒരു 16 മണിക്കൂർ വരെയും ഫാസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു 8 മണിക്കൂർ കഴിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞത് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബേസിക് ടൈം സ്ലോട്ടാണ്. ഇതുപോലെ തന്നെ പല ടൈം സ്ലോട്ടും ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കാരണം യാതൊരുവിധ ഗുണവും എനിക്ക് വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ വെയിറ്റ് കുറയാതാകുന്നതിൻ്റെ റീസൺ. അതിനു മുന്നേ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. എളുപ്പത്തിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റും, നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സഹായിക്കും. അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കാരണം ഇത്ര വെയിറ്റ് കുറഞ്ഞു, അല്ലെങ്കിൽ അത് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്ന വീഡിയോസും അല്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടും ഭയങ്കരമായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കും ഓക്കെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ വേഗം വെയിറ്റ് കുറയും, എങ്കിൽ പിന്നെ വലിയ ഒരു ടൈം സ്ലോട്ട് തന്നെ എടുക്കാം. അതായത് 20 മണിക്കൂർ കഴിക്കാതിരുന്നിട്ട് 4 മണിക്കൂർ കഴിക്കുന്നത് തന്നെ നമുക്കങ്ങ് ട്രൈ ചെയ്യാം, അപ്പോൾ വേഗം വെയിറ്റ് കുറയുമല്ലോ എന്ന് വിചാരിക്കും. ഇങ്ങനെ ആദ്യം തന്നെ വലിയ രീതിക്കുള്ള ഫാസ്റ്റിംഗ് ഒക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. കാര്യം നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്കിത് ശീലമുള്ളൊരു കാര്യമല്ല. അപ്പോൾ വിശപ്പ് പിടിച്ച് നിർത്താൻ പറ്റാതാകുമ്പോഴത്തേക്ക് ഒരു 18 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോയിട്ട് കഴിക്കും, എനിക്ക് ഇനി പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പം അതിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ്, ഈ ജങ്ക് ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാട് കഴിച്ചു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊരു കാരണം. പിന്നെ ചിലർ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കും. ഈ ഒരുപാട് സമയമൊക്കെ ഫാസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് വളരെ കുറച്ച് കഴിക്കും, എന്നിട്ട് അടുത്ത ദിവസം പോയിട്ട് വെയിറ്റ് നോക്കും, കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നല്ലതാ, പെട്ടെന്ന് വെയിറ്റ് കുറയുകയും ചെയ്യുന്നു, എങ്കിൽ പിന്നെ ഞാൻ ഇതിൽ തന്നെ അങ്ങ് പിടിച്ച് നിൽക്കാം എന്ന് വിചാരിക്കും. നിങ്ങൾ കാണുന്ന ആ വെയിറ്റ് ലോസ് ഒരിക്കലും നിങ്ങളുടെ ഫാറ്റ് പോകുന്നതല്ല, അത് നിങ്ങളുടെ മസിൽ ലോസ് ആണ്. പിന്നെ ആദ്യത്തെ 2 ദിവസം കാണുന്ന വെയിറ്റ് ലോസ് ഒക്കെ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഉണ്ടായിരുന്ന വാട്ടറൊക്കെ പോകുന്നതാണ്, അതൊരിക്കലും നിങ്ങളുടെ ഫാറ്റ് ലോസ് അല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരുപാട് സമയം കഴിക്കാതിരുന്നിട്ട് കഴിക്കുമ്പോൾ വളരെ കുറച്ച് കാലറീസ് എടുക്കുകയും ചെയ്യുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്. ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നുകിൽ ഇത് വഴിക്ക് സ്റ്റോപ്പായി പോവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് പോവും. ഈ ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ മിസ്റ്റേക്കിലോട്ട് നമ്മളെ ലീഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസി. അതായത് ഒരു ദിവസം ചെയ്തു നോക്കും, അല്ലെങ്കിൽ 2 ദിവസം ചെയ്തു നോക്കും, 3-ാമത്തെ ദിവസം അത് കളയും. എന്തെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യങ്ങളുണ്ടാവും, അതുകൊണ്ട് നിർത്തും, അല്ലെങ്കിൽ മടുത്തിട്ട് നിർത്തും, അല്ലെങ്കിൽ ഇത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തും. എന്നിട്ട് വീണ്ടും ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും നിൻ്റെ ഡയറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ, ഫാസ്റ്റിംഗ് ഇന്ന് ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ഒരു മോട്ടിവേഷൻ വരും. പിന്നെ 2 ദിവസം ചെയ്യും, പിന്നെ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാം. ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സഡൻ വെയിറ്റ് ലോസ്, റാപ്പിഡ് വെയിറ്റ് ലോസ് ഉണ്ടാകത്തില്ല. പല സ്റ്റഡീസിലും പറയുന്നത് നമുക്ക് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ഒരു മാസം നമ്മളുടെ മെറ്റബോളിക് റേറ്റിനനുസരിച്ചിട്ട് ഒരു 3 മുതൽ 7 കിലോയ്ക്കുള്ളിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. 7 കിലോ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമുക്കൊരു ആവറേജ് ഒരു 4 to 5 kgs എന്ന് എടുക്കാം. ഇത്രയൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി ഈസ് കീ. അത് മനസ്സിൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യത്തെ ഒരു പോയിന്റിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഒരുപാട് സമയം ഫാസ്റ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോഴത്തേക്ക് വലിച്ചു വാരിയിട്ട് കഴിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്രേവിങ് പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് മാറിയാൽ മാത്രമേ നമുക്ക് സ്വീറ്റ്സിനോടും ജങ്ക് ഫുഡ്സിനോടുമുള്ള ക്രേവിങ് കുറഞ്ഞു കിട്ടത്തുള്ളൂ. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാവും. കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മധുരം വേണ്ടാന്ന് തോന്നും, ഈ ജങ്ക് ഫുഡ്സൊക്കെ വേണ്ടാന്ന് തോന്നും. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ക്രേവിങ്ങോ ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, എപ്പോഴും ഈ ഭയങ്കരമായിട്ട് വിശന്ന് കഴിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ പാടില്ല. അത് നിങ്ങളെ ഫാസ്റ്റിങ്ങിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാനും അതുപോലെ ഈ കൺസിസ്റ്റൻസി ഇല്ലാതാക്കാനും ഒരു കാരണമായിട്ട് വരും. ഇനി നമുക്ക് 3-ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. പലരും അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ കേൾക്കുന്ന പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന ചില കാര്യങ്ങൾ, ഇത് ഞാനും കേട്ടിട്ടുണ്ട്. ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത്
ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്നും തന്നെ കഴിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഫാസ്റ്റിംഗ് തീർന്നാൽ കഴിക്കുന്ന ആ പീരീഡ് ഉണ്ടല്ലോ, ഈറ്റിംഗ് പീരീഡിൽ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം എന്ന് പറയും. ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങൾക്കും. അങ്ങനെ എല്ലാ ഇഷ്ടമുള്ള ഫുഡും കഴിച്ചാൽ നമുക്കൊരു റിസൾട്ട് കിട്ടത്തില്ല. അതിൻ്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരിക്കും, അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സിനോടും ഒരു താല്പര്യം കാണും. എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നൊരു 2-3 പീസ് കേക്കും പിന്നെ ഒരു KFC ഒരു ഫുൾ ബക്കറ്റും ഒക്കെ വാങ്ങി വെച്ചിട്ട് ഞാൻ 16 മണിക്കൂർ കഴിച്ചിട്ടില്ല. ഇനിയുള്ള 8 മണിക്കൂർ ഇനി കഴിക്കാൻ പറ്റും. ഈ 8 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇത്രയും സംഭവങ്ങളും തീർക്കും, പറ്റുമെങ്കിൽ ഇതിൽ കൂടുതൽ ഫുഡും കഴിക്കും എന്ന് പറഞ്ഞാൽ വെയിറ്റ് കുറയോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന പീരീഡിലും ഒരു 1500 മുകളിൽ കാലറീസ് എന്തായാലും കൺസ്യൂം ചെയ്തിരിക്കണം. അതുപോലെ ഒരു 2500 കാലറീസിന് ഉള്ളിൽ നിർത്തിയിരിക്കണം. അതും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടായിരിക്കണം നമ്മൾ ഈ 2500 കാലറീസും റീച്ച് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു 3 പീസ് കേക്കും ഒരു ഇച്ചിരി വെജിറ്റബിൾസും ഒരു ചെറിയ ഫ്രൂട്ടും കഴിച്ചിട്ട് ഓക്കെ 2500 കാലറീസ് എന്നല്ലേ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്, ഞാൻ അത്രയും തന്നെ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് സംഭവിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം എപ്പോഴും ഹെൽത്തി ആണോ എന്നുള്ളത് നോക്കണം. വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള എഫർട്ട് നമ്മൾ തന്നെ ഇടണം. ഒരിക്കലും പ്രോസസ്ഡ് ഫുഡ്സ്, പിന്നെ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള ഫുഡ്സ്, പാക്കറ്റിൽ വരുന്ന ഐറ്റംസ്, പാക്ഡ് ഫുഡ്സ്, പിന്നെ ഷുഗർ ചേർന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഇതൊന്നും തന്നെ ഡയറ്റ് ചെയ്യുന്ന ഒരാൾ കൺസ്യൂം ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലും. ഇനി 4ാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കാതിരിക്കുക. വിശക്കുന്നത് അറിയാതിരിക്കാനായിട്ട് പലരും പോയി കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യും, വെള്ളം കുടിക്കുന്ന കാര്യം അങ്ങ് മറന്നു പോകും. ഇത് കാരണം നമ്മളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആകും. ഇത് കാരണം നമുക്ക് തലവേദന വരും, അതുപോലെ ഭയങ്കര ക്ഷീണം തോന്നും. അപ്പോഴത്തേക്ക് ഒന്നുകിൽ നമുക്ക് തന്നെ സ്വയം തോന്നും ഈ ഫാസ്റ്റിംഗ് ഒക്കെ മതിയാക്കാം, എന്തെങ്കിലും ചെന്ന് കഴിക്കാം, ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നു എന്ന് വിചാരിക്കും. അല്ലെ കണ്ടിരിക്കുന്ന ആരെങ്കിലും പറയും നീ ഇതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ നോക്കുക, നിനക്ക് പറ്റുന്നില്ലെന്ന് മനസ്സിലാവുന്നില്ലേ എന്ന് പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചെന്ന് നിൽക്കാതിരിക്കുക. അതിനായിട്ട് ഒരുപാട് വെള്ളം കുടിക്കണം. ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളം വരെയെങ്കിലും ഒരു ദിവസം കുടിക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഫാസ്റ്റിങ്ങും ഡയറ്റിങ്ങും ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ വെള്ളം ഒന്നിച്ച് നമുക്ക് അങ്ങനെ കുടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മണിക്കൂറിലൊരിക്കൽ ഒരു 1/2 ബോട്ടിലോ 1 ബോട്ടിലോ കുടിക്കാനായിട്ട് ശ്രമിക്കുക. 1 ബോട്ടിലൊന്നും കുടിച്ചില്ലെങ്കിലും ഹാഫ് ബോട്ടിലെങ്കിലും കുടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ഈ ഡീഹൈഡ്രേഷൻ പോലത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ പഞ്ചസാര ചേർക്കാതെ കട്ടൻ ചായ കുടിക്കാം, കട്ടൻ കാപ്പി കുടിക്കാം, നമ്മുടെ ഗ്രീൻ ടീ കുടിക്കാം, ലെമൺ വാട്ടറിൽ ചേർത്തിട്ട് കുടിക്കാം, ഹണി ചേർക്കാൻ പാടില്ല. ഇതൊക്കെ തന്നെ നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. കരിങ്ങാലി വെള്ളം കുടിക്കാം, ജീരക വെള്ളം കുടിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചിയ സീഡ് ഇട്ട വെള്ളം കുടിക്കാൻ പാടില്ല, കരിക്ക് വെള്ളം കുടിക്കാൻ പാടില്ല, പിന്നെ ഹണി ചേർത്തിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കുടിക്കുകയാണെങ്കിൽ ഇതിലൊക്കെ കാലറി ഉണ്ട്, നമ്മൾ ഫാസ്റ്റിങ്ങിൽ നിന്ന് പുറത്തു വരും. ഇനി നമുക്ക് 5ാമത്തെ മിസ്റ്റേക്കിനെ കുറിച്ചിട്ട് നോക്കാം. ഇത് ഉറക്കമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫാസ്റ്റിങ്ങും ഉറക്കവും തമ്മിൽ എന്താണ് ബന്ധം? ഉറക്കവും നമ്മളുടെ ഓവറോൾ ഹെൽത്തുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ ഡെയിലി ഒരു 7 to 9 hours ഉറങ്ങാനായിട്ട് ശ്രമിക്കണം. എന്തൊക്കെ ജോലി ഉണ്ടെങ്കിലും നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിലും നമ്മൾക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ നോക്കാനും പറ്റത്തുള്ളൂ, നമ്മളുടെ ജോലികളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ റെസ്പോൺസിബിലിറ്റീസും ജോലിയും ഒക്കെ വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ ഉറക്കം വലുതാണ്. അത് ഞാൻ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്, എനിക്ക് രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേൽക്കണം എന്നൊന്നും വാശി പിടിച്ചിട്ട് കാര്യമില്ല. ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരാൾ കുറച്ചുകൂടെ സമയമെടുത്ത് ലേറ്റായിട്ട് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഉറക്കം കുറയുമ്പോൾ അത് നമ്മളുടെ ഓവറോൾ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യും, ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇത് ഉറപ്പായിട്ട് നിങ്ങളുടെ വെയിറ്റ് ലോസിനെയും ബാധിക്കും. പിന്നെ ഫുൾ ഡേ ക്ഷീണമൊക്കെ ആയിരിക്കും. അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വീണ്ടും ഫാസ്റ്റ് ചെയ്യാനൊന്നും തോന്നത്തില്ല. ഇതൊക്കെ മതിയാക്കിയിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു ഡേ പ്രവർത്തിക്കാനും പറ്റത്തുള്ളൂ, നമ്മളുടെ ഹെൽത്തിനെയും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്നുള്ളത് പല സ്റ്റഡീസിലും പറഞ്ഞിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ നിങ്ങൾ ഈ മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു റിസൾട്ട് കിട്ടത്തില്ല. റിസൾട്ട് കിട്ടാതാകുമ്പോഴത്തേക്ക് ഇത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനും നമുക്ക് പറ്റത്തില്ല. റിസൾട്ട് ഇല്ലാത്തൊരു കാര്യം ആരെയും പിന്നെയും ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഈ മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഇത്തവണ അത് വർക്കൗട്ട് ആകും. വെയിറ്റ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.